ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കുറേ ഗിഫ്റ്റ് കിട്ടി, കുറേ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റൊക്കെ കിട്ടി. അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റുകളുണ്ട്. ഞാൻ ഗിഫ്റ്റ് ഒന്നും ബർത്ത്ഡേക്ക് കിട്ടാറില്ലേ. ബർത്ത്ഡേ തന്നെ ഇത്ര നന്നായിട്ട് ഞാൻ ആഘോഷിക്കാറില്ലേ സത്യത്തിൽ. ഞാൻ തന്നെ അതിനൊരു കഥയുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഗിഫ്റ്റ് കിട്ടണ 1-2 ഗിഫ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട്. അതും ഞാൻ വേണ്ടപ്പെട്ടവർ മാത്രമേ ഇട്ട് തരുള്ളൂ. അങ്ങനെയാണല്ലോ നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ബർത്ത്ഡേക്ക് എനിക്ക് നിറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ചെറിയ കഥയുണ്ടെന്ന്. ഈ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്ന് വെച്ചാൽ ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ഞാൻ കേക്ക് വാങ്ങും കടയിൽ പോയിട്ട്. എന്നിട്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ നന്ദെന്ന് ഞാൻ തന്നെ എഴുതും. എന്തിനല്ലേ, എന്ത് ചെയ്യാം സമയത്ത് ആ കേക്ക് വാങ്ങിയിട്ട് ഞാൻ തന്നെ എൻ്റെ താങ്ക് യു അമ്മ എന്നോട്ട് സ്റ്റാറ്റസ് ഇടും. എൻ്റെ അമ്മയ്ക്ക് അത് ആ ക്രെഡിറ്റ് കയറിയിരിക്കും. അമ്മയാണല്ലോ മേടിച്ചത് വെച്ചിട്ട് എന്താ നോക്ക്. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള ചേച്ചിമാരൊക്കെ കേക്ക് കട്ട് ചെയ്തിട്ട് ആ ഓണേഴ്സ് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാറുണ്ട് കേട്ടോ. ഗിഫ്റ്റ് തരാറുണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ ആ സമയത്തൊക്കെ. ഇപ്പോൾ ഇങ്ങനെ ഈ സമയമായല്ലോ, നമുക്ക് ഗിഫ്റ്റ് കാണിക്കാം അല്ലേ. കൂടുതൽ സംസാരിക്കാൻ നിന്ന് ബോറടിപ്പിക്കില്ല നിങ്ങളെ. അല്ല നല്ലത് ഗിഫ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് ഒരു ചേട്ടൻ എനിക്ക് ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഗിഫ്റ്റ് ഞാൻ കാണിക്കാം. ടിങ് 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 ടടാൻ കേട്ടോ. കൃഷ്ണൻ. ആ ചേട്ടൻ എന്താ പേരെന്തായിരുന്നു യൂസഫത്തിൽ, പേര് ഞാൻ വിട്ടുപോയിട്ടോ. ക്രിസ്ത്യാനി ചേട്ടനാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് കൃഷ്ണൻ ഇഷ്ടമാണ്. ആൾക്ക് എങ്ങനെ മനസ്സിലായി എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. കൃഷ്ണനും ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഭംഗിയില്ലേ കൃഷ്ണനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതെന്തായാലും എനിക്ക് ഫസ്റ്റ് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതായിരുന്നു കേട്ടോ. ഈ ചേട്ടൻ തന്നതായിരുന്നു. അത് എനിക്ക് പാഴ്സലായിട്ട് കൊറിയറായിട്ട് വരിക ചെയ്തത്. അങ്ങനെ ഇത് നമുക്ക് കൃഷ്ണൻ്റെ ബാക്കിൽ വെക്കാം. എങ്ങനെയുണ്ട് നോക്കാം. ബാക്കിൽ വയ്ക്കുമ്പോൾ ഭംഗിയുണ്ടോ? കൃഷ്ണ അവിടെ ഇരിക്കട്ടോ. അതുപോലെ തന്നെ ആ ചേട്ടൻ ഒരു കത്ത് പോലെ എന്തോ കാർഡാന്ന് തോന്നുന്നുണ്ട്. ആ കാർഡ് നമുക്ക് നോക്കാം. സ്നേഹപൂർവ്വം അനിയത്തി കുട്ടിക്ക് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് നാളായി കിട്ടിയിട്ട് ഈ സംഭവം. അപ്പോൾ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ സാധനം അടിപൊളി സെറ്റപ്പാണേ. നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഉള്ളിൽ. ഞാൻ ഇതുവരെയായിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വായിച്ചോട്ടെ. ബർത്ത്ഡേ വിഷസ് തന്നെ, അതെ ഫുൾ ബർത്ത്ഡേ വിഷസിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് കണ്ടോ. നമുക്ക് ഞാൻ അടുത്ത ഗിഫ്റ്റ് കാണിക്കാം. ആരുടെ? അപ്പോൾ നമ്മുടെ ഈ കാർഡ് ആ ചേട്ടൻ തന്നാണേ. അപ്പോൾ ചേട്ടന് താങ്ക് യു സോ മച്ച്. എന്നെ ഒരു അനിയത്തി കുട്ടിയായിട്ട് വീണ്ടും കണ്ടേനി. ഇപ്പം എനിക്ക് പൊങ്കാല വരാവോ? നീ എന്താ ഫുള്ള് ആൾക്കാർ ആങ്ങളമാരുടെ അനിയത്തിയാണോ എന്നുള്ളത്? അല്ല, ഒരാൾക്ക് മാത്രം ഞാൻ സ്പെഷ്യലാണ്, അനിയത്തിയല്ല. ഓക്കെ. ഒരാൾ തന്ന ഗിഫ്റ്റാണ്. ഞാൻ ഇപ്പം മൂക്കിൽ ഇട്ടിരിക്കുന്നത്. കുറച്ച് സൂം ചെയ്യോ. മൂക്കുത്തി കാണുന്നുണ്ടോ? കണ്ടോ ആ ഈ മൂക്കുത്തി ഡയമണ്ടിൻ്റെ മൂക്കുത്തിയാണ്. ഞാൻ ഇട്ടിരിക്കുന്നതും ഡയമണ്ട് മൂക്കുത്തിയായിരുന്നു ആദ്യട്ടോ. അതും അപ്പോൾ എനിക്ക് മൂക്കുത്തികൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെറൈറ്റി ആഗ്രഹിച്ച മൂക്കുത്തിയാണ് കേട്ടോ. ഇങ്ങനത്തെ മറ്റേത് 5 കല്ലിൻ്റെ ആയിരുന്നു. ഇതിങ്ങനെ കുറച്ചിങ്ങനെ കാണും, മൂക്കുത്തി ഉണ്ടെന്നുള്ളത് കാണും. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾ തന്നാണ് എനിക്ക് ഗിഫ്റ്റ്. നിങ്ങളെല്ലാവരും ആങ്ങളമാരായിട്ട് കാണുക എന്ന് പറയരുത് കേട്ടോ. ഒരാൾ മാത്രം എനിക്ക് ആങ്ങളയല്ല. ഓക്കെ. അപ്പോൾ അടുത്ത ആളുടെ ഗിഫ്റ്റ് നമുക്ക് നോക്കാം. അടുത്തത് ആരുടെയാ? നമുക്ക് എൻ്റെ ചേച്ചിയുടെ ഗിഫ്റ്റ് എടുക്കാം അല്ലേ. ചേച്ചിയാണ് സത്യത്തിൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. ഞാൻ വരെ ഞെട്ടി. അവള് ഗിഫ്റ്റ് തരാറുണ്ട്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അങ്ങനെ ബർത്ത്ഡേക്ക് ഞാൻ പറഞ്ഞില്ലേ, ബർത്ത്ഡേ നമുക്കിങ്ങനെ സത്യത്തിൽ ആഘോഷിക്കാറില്ല കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ആഘോഷിച്ചപ്പോൾ തന്നതാണ്. ടൺ 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 ടിങ്. കണ്ടോ ലൈറ്റൊക്കെ എത്തണുണ്ടോ? ടോർച്ചൊക്കെ അടിക്കാം നമുക്ക്. സാധനം ഡയമണ്ടിൻ്റെ ഒരു അടിക്കട്ടത്. ഡയമണ്ട് ഇത് കണ്ടോ? ഡയമണ്ടിൻ്റെ ഒരു വളയൊക്കെ പറയാമല്ലേ. എങ്ങനെ ഇടുന്ന സംഭവമാണ് വള. ദൈവമേ. സത്യത്തിൽ എനിക്കിത് അറിയില്ല. അത് ഞാനിപ്പോൾ ഇട്ട് നശിപ്പിച്ചാൽ വളനെ കൊല്ലും. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാൻ പേടിയാണ്. കണ്ടോ ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിടാം, സെറ്റാവും. കണ്ടോ ഇന്നലെ ചേച്ചി തന്നതാണേ. ഇത് വിട്ടിരിക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് വരാം. താങ്ക് യു അഞ്ജു, ലവ് യു ഗൈസ്. ഇതെൻ്റെ വല്യമ്മ തന്ന ഗിഫ്റ്റാണ് കേട്ടോ. എനിക്ക് ഡയറി മിൽക്ക് ഭയങ്കര ജീവനാണെന്ന് വല്യമ്മയ്ക്കറിയാം. അതുകൊണ്ട് വല്യമ്മ തന്നതാണേ. താങ്ക് യു നിമ്മൂലിമ. അടുത്ത ഗിഫ്റ്റാണ്. അപ്പം നമ്മുടെ അഭിച്ചേട്ടനും ഹരിച്ചേട്ടനും കൂടി തന്ന ഗിഫ്റ്റാണ് കേട്ടോ. അഭിച്ചേട്ടൻ ഹരിച്ചേട്ടൻ രണ്ടാളും കസിൻസാണ്. പക്ഷേ അഭിച്ചേട്ടൻ ഹരിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ പേര് നല്ല മാച്ച് ഉണ്ടല്ലോ സത്യത്തിൽ. അഭിച്ചേട്ടനെ പരിചയപ്പെടുന്നത് എൻ്റെ പാർട്ട്ണറിലൂടെയാണ്. ഹരിച്ചേട്ടനെ പരിചയപ്പെടുന്നത് അഭിച്ചേട്ടനിലൂടെയാണ്. എന്തൊക്കെയല്ലേ അവരുടെ സ്നേഹം കണ്ടോ. എന്നാലും പരിചയപ്പെട്ടാലും എനിക്ക് ഗിഫ്റ്റ് കൊണ്ട് തന്നു. അതും എന്താ ഗിഫ്റ്റ്. ഇത്ര വില കൂടിയ വാച്ചൊന്നും ഞാൻ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല കേട്ടോ. നോക്ക് ഗൈസ്, നോക്ക് മക്കളെ നോക്ക്. നല്ല കളറ് വാച്ച്, അടിപൊളി കളറാണേ, സൂപ്പർ കളറ്. എന്താ പറയുക, വാച്ചിനെ പറ്റിയിട്ട് എന്താ പറയുക. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനത്തെ വാച്ചൊന്നും കിട്ടിയിട്ടില്ല.
ഒരു ബോട്ടിൻ്റെ വാച്ച് ഉണ്ടായിരുന്നു. എനിക്കൊരു മുത്തശ്ശൻ തന്ന ബോട്ടിൻ്റെ വാച്ച് ബർത്ത്ഡേക്ക് ഇതുപോലെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വാച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വിലയില്ല ഞാൻ കിട്ടിയിട്ടില്ല ഗൈസ്. ഞാൻ മേടിക്കുകയാണെങ്കിൽ തന്നെ എൻ്റെ വാച്ചുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മേടിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ 600 രൂപയുടെ 500 രൂപയുടെ വാച്ചൊക്കെ മേടിച്ച് നടക്കും. അതാകുമ്പോൾ കുറേ കളറുകൾ അങ്ങനത്തെ കളറുകളൊക്കെ കിട്ടില്ല, ഭംഗിയുള്ള കളറുകളൊക്കെ. ഇതൊക്കെ സ്റ്റാൻഡേർഡ് അല്ലേ, ഞാൻ അങ്ങനത്തെ സ്റ്റാൻഡേർഡൊന്നും കെട്ടാറില്ല. ഓക്കെ. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്ന ഹരിച്ചേട്ടനും അഭിച്ചേട്ടനും താങ്ക് യു സോ മച്ച്. നമുക്ക് നമ്മുടെ ക്യാമറ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. വാരിസ് എന്ന് പറഞ്ഞ ചേട്ടൻ ക്യാമറ എൻ്റെ ബർത്ത്ഡേയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തത് ചേട്ടനായിരുന്നു. ചേട്ടൻ എനിക്ക് സ്നേഹത്തിൽ എനിക്ക് മിഠായി ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടൻ അറിയാം. അപ്പോൾ ചേട്ടൻ എനിക്ക് നല്ല മറിച്ച് മിഠായി, മൊത്തം മിഠായിയാണ്. ഞാൻ മിഠായി കാരണം വായിലിടാം. അപ്പോൾ ചേട്ടൻ ചോദിക്കില്ല എന്നോട് ഇവൾക്ക് എന്നോട് സ്നേഹില്ല, ഷുഗർ ഡയറ്റ് എടുത്തിരിക്കുന്നത് ഞാൻ ഇപ്പോൾ മിഠായി തിന്നുന്നു എന്തൊക്കെയാണല്ലേ പകുതി കഴിക്കാം. നല്ല അടിപൊളി മധുരം മിഠായി. വാരിച്ചേട്ടൻ നന്നാട്ടോ. ആളെ ഫോട്ടോഗ്രാഫി അടിപൊളിയാണേ. ആൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത് എൻ്റെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു വാരിച്ചേട്ടോ. അടുത്തത് നമ്മുടെ സ്നേഹ ചേച്ചി. ഇതിനെപ്പറ്റി ഞാൻ ഫുള്ള് പറയാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ഇതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണ്ട, കേട്ടില്ലേ? നമ്മുടെ സ്നേഹ ചേച്ചി തന്ന ഗിഫ്റ്റ് കാണിച്ചു തരാം ഞാൻ. സ്നേഹ ചേച്ചി തന്ന ഗിഫ്റ്റ് സ്നേഹ ചേച്ചി എന്നെ കൊണ്ട് ഇന്നലെ ഇടുന്നുണ്ട്. ഞാൻ അത് ഇട്ടിട്ട് ഇങ്ങനെ ആക്കി വെച്ചേക്കാണ് കേട്ടോ. സായി ചേട്ടനല്ല കേട്ടോ, സ്നേഹ ചേച്ചിന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. സ്നേഹ ചേച്ചി ഇതാ കാണുന്നുണ്ടോ? കണ്ട ചുരിദാർ നല്ല ഭംഗിയിട്ട് നല്ല കളറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് നല്ല എടുത്ത് എനിക്ക് ഇങ്ങനത്തെ ഇല്ലാത്ത കളറാണ് സത്യത്തിൽ. ഇതാ പാൻറ്റും ഉണ്ട് ഷോളും ഉണ്ട്, ഫുൾ സെറ്റാണ്, നല്ല കളറാണ്. താങ്ക് യു സ്നേഹ ചേച്ചി. അപ്പോൾ നമ്മുടെ സ്നേഹ ചേച്ചി തന്ന ഡ്രസ്സ് ഇവിടെ ഇരിക്കട്ടാ. അടുത്തത് നമുക്ക് ജിത്തുബായി തന്നിട്ടുണ്ട്. ജിത്തുബായി തന്ന് കാണിച്ചു തരാം. ജിത്തുബായി തന്ന ഡ്രസ്സ് ജിത്തുബായിട്ട് ഞാൻ ഇന്നലെ ഇട്ട് നോക്കി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മറച്ചിട്ടേക്കാണ്. അതൊന്ന് തിരിച്ചപ്പേ ജിത്തുബായി വെറൈറ്റി പിടിച്ചേക്കാൻ തോന്നുന്നു. വെറൈറ്റി കാണുന്നുണ്ടോ? ഇങ്ങനെയുണ്ട്, സൂപ്പറായിട്ടാ. താങ്ക് യു ജിത്തുബായി. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഡ്രസ്സുകൾ. അതുപോലെ ഞാൻ അടുത്തതാണ് കേട്ടോ നോറേച്ചി. എൻ്റെ അമ്മേ കളർ രക്ഷയില്ല. കളറല്ല കേട്ടോ, നോറേച്ചി അടുത്തൊരു മിഠായിയുടെ കഥ പറയണ്ട. സൂപ്പർ മിഠായി കേട്ടോ. നോറേച്ചി തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇത് നമ്മുടെ നോറച്ചേച്ചി. പിന്നെ പ്രത്യേകം പറയേണ്ട ജയചേട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ജയചേട്ടൻ പറഞ്ഞു പിന്നെ എന്താ നന്ദു വരാലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ട്. ജയചേട്ടനും നോറേച്ചും കൂടിയിട്ടാണ് വന്നത്. രണ്ടാൾ കൂടിയിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നെ കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. അവർ വന്നല്ലോ, ഗിഫ്റ്റിലൊന്നല്ല പ്രധാനം, അവർ വന്നല്ലോ. ഞാൻ വിളിച്ച ആൾക്കാരെല്ലാം പകുതി പേരൊന്നും എത്തിയിട്ടില്ല. അതിൽ വിഷമം എന്ന് പറയാൻ നമ്മളങ്ങനെ തിരിച്ച് കാണിച്ചാൽ മതിയല്ലോ, അത്രേ ഞാൻ പറയുള്ളൂ. നമുക്ക് വിഷമിക്കാനൊന്നുമില്ല അല്ലേ, പിന്നെ ഇതിനെ വിഷമിക്കണം അല്ലേ. അപ്പോൾ ഇവർ നോറ ചേച്ചി തന്ന ഈ ഒരു ടോപ്പും ഈ ഒരു പാൻറ്റും അത് വേറെ തന്നെ ഉണ്ട് കേട്ടോ. വേറെ ഞാൻ കാണിച്ചതേ, ഒരു മിനിറ്റ്. BGM ഞാൻ തന്നെ ഇടും, വേറെ ആരും ഉണ്ടാകുന്നു. തലമറിഞ്ഞ ഇതിൻ്റെ ഉള്ളിൽ ഈ ബനിയൻ ഇടണം കേട്ടോ. ഈ ബനിയല്ലേ ഇതിട്ടിട്ട് ഇതിടണം, അപ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുള്ളൂ. ഇതൊക്കെ ഞാൻ ഇട്ടിട്ട് റീൽസൊക്കെ ഇറക്കും, നിങ്ങൾ കാണണം. ഓക്കെ, ഇതാ കണ്ട രസമുണ്ട് കാണാൻ അല്ലേ. പിന്നെ നോറേച്ച് തന്നൊരു മിഠായിൻ്റെ മക്കളെ. എൻ്റെ അമ്മ മിഠായി മൊത്തം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കാണിച്ചാലേ, ഇത് നല്ല ഭംഗിയിലൊക്കെ ഫുള്ള് ആ മിഠായി നിറഞ്ഞിട്ടാണ് എടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. ഇവിടെ വന്ന സായിച്ചായിരുന്നു ജിത്തുബായി സ്നേഹിച്ച് അധികം എടുത്തില്ല കേട്ടോ. എല്ലാവരും ഈ മിഠായി മരുന്ന് കമ്മന്നടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഞാൻ വന്ന് നോക്കുമ്പോൾ ഈ മിഠായി പകുതിയും കഴിഞ്ഞിരിക്കുക. പിന്നെ എൻ്റെ അമ്മ നല്ല ആളാ, കുറച്ച് മിഠായി ഇവിടെയൊക്കെ മിഠായി ആയിരുന്നു. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഈ സംഭവം അല്ലേ. കാണിച്ചു തരാട്ടോ. കണ്ടോ ഈ മിഠായി അങ്ങോട്ട് പൂന്ന് പേടിച്ചിട്ട് ഞാൻ വെച്ചാണെന്താ കണ്ടോ ഇതിലൊക്കെ നിറച്ച് മിഠായി ആയിരുന്നു. അടിപൊളി മിഠായിയാണേ, സൂപ്പർ മിഠായി. ഞാൻ കഴിച്ച് കാണിച്ചു തരാം നിങ്ങളെ, ഞാൻ കുതിപ്പിക്കും. നല്ല മിഠായി, അതും ഞാൻ കഴിച്ചു. അതിൽ നല്ല അതിലും മധുരമുണ്ട് ഇതിലും മധുരമുണ്ട്, എല്ലാം മധുരം. ഷുഗർ ഡയറ്റ് എടുത്ത് ഞാൻ അടിപൊളി. ഇപ്പോൾ രണ്ടാൾക്കും വന്നതിനും ഭക്ഷണം കഴിച്ച് കേക്കൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഒരു വർത്തനൊക്കെ പറഞ്ഞു പോയി. നന്ദി, താങ്ക് യു സോ മച്ച്. ഇതൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. നന്ദി കൂടുതൽ നന്ദി എന്നും പറഞ്ഞാൽ നിങ്ങൾ പറയും താങ്ക് യു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തന്നരാ നമ്മളൊക്കെ എത്രയും
കൂട്ടല്ലേ എന്നൊക്കെ പറയും. പക്ഷേ വരാത്തതിൽ എനിക്ക് സങ്കടമുണ്ട്. സങ്കടമില്ല എന്ന് ഞാൻ പറഞ്ഞാലും സങ്കടമുണ്ട്. അടുത്തത് നമുക്ക് കാണിച്ചു തരേണ്ടത് വെട്ടിച്ച ഗിഫ്റ്റാണ്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ആൾ ഇങ്ങനെ ഇത് കൊണ്ടുവരും എന്നുള്ളത്. നമ്മുടെ സായിസാറിൻ്റെ കൂടെ ഒരു അഭിലാഷ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞേ. നോക്ക് ഗൈസ്, റാക്കറ്റ് ഞാൻ ഷട്ടിൽ കളിക്കാൻ വേറുണ്ട്. അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന ഷട്ടിൽ എനിക്ക് ആ കൂടെ കളിക്കുന്ന ഒരു ദിവസങ്ങളുണ്ട്. ഇന്നലെ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ അങ്കിള് എനിക്ക് ഷട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ആൾക്കാരെ റാക്കറ്റ്, യെസ്, ആ ക്യാമറ പിടിക്കുന്ന ആൾ പറയുന്നത് റാക്കറ്റ് എന്ന് പറയാം. വലിയ കളിക്കാരാണ്. ഞാൻ ഷട്ടിൽ എന്നൊക്കെ പറയാം. അപ്പോൾ റാക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ അങ്കിളുടെ റാക്കറ്റായിരുന്നു എനിക്ക് തരാറ് കളിക്കാനായിട്ട്. സ്വന്തമായിട്ട് റാക്കറ്റ് ഉണ്ടായിരുന്നില്ല. വാങ്ങാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഒന്നും കൂടി ഉഷാറായിട്ട് വാങ്ങാമല്ലോ എന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു. ദൈവദൂതനെ പോലെ നമ്മുടെ അഭിലാഷേട്ടൻ വന്നു, എന്നിട്ട് റാക്കറ്റ് തന്നു. അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നല്ല ഇതുപോലെ തന്നെ ഞാനും കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഗ്രിപ്പിൻ്റെ സംഭവം അടിച്ച് ഞാൻ നാളെ പട്ടക്ക എന്നുള്ള അടിയാണ് ഷട്ടിൽ റാക്കറ്റ് കളിക്കുന്നു. അപ്പോൾ അഭിലാഷേട്ടാ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്തത് കാണിക്കാം കേട്ടോ. ഇത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. അടുത്തത് നമ്മുടെ അടിയിലൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി തന്ന ചുരിദാറാണേ. ഷോളൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ലേ, ഇതാ നല്ല ഭംഗിയുള്ള ചുരിദാറാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. യെല്ലോ ഷെയ്ഡ് എനിക്ക് ചേരുന്നുണ്ടല്ലേ. നല്ല യെല്ലോ അല്ലേ? അതെ. ഈ ചുരിദാറും ജയ നാട് ചേച്ചിയുടെ പേര്. അടിയിൽ നമ്മുടെ വീടിൻ്റെ നമ്മൾ 3 ഫ്ലോറാണല്ലോ. അതിൽ അടിയിൽ നമ്മുടെ 2nd ഫ്ലോറിൽ നിൽക്കുന്ന ചേച്ചിയാണ്. ഒരു വല്യമ്മ പോലെ തന്നെ നമ്മുടെ അങ്ങനെ ഒരു ബന്ധമാണ് കേട്ടോ. അപ്പോൾ ആ വല്യമ്മ തന്ന ഒരു ഗിഫ്റ്റാണ് ഇത്. അതുപോലെ ഷോളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നല്ല മഞ്ഞ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് തയ്പ്പിച്ചിടുന്നത്. അപ്പോൾ സന്തോഷമാവും എനിക്ക്. നമ്മൾ ഇടാണ്ടിരുന്നാലല്ലേ സന്തോഷം. അയ്യോ കുട്ടിക്ക് ഇഷ്ടമായില്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ തയ്പ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ജയ് ചേച്ചി. അപ്പം നമുക്കിനി ലാസ്റ്റ് കാണിക്കാനുള്ളത് എന്താ മിഠായി മേള. ഏതെടുത്താലും നല്ല പൈസയുണ്ട്. ഷുഗർ ഫിൽസ് എനിക്ക് കുറേ മിഠായി തന്നു കേട്ടോ. മിഠായി എന്ന് പറഞ്ഞാൽ അത്രയും മിഠായിസ് ഉണ്ട്. അയ്യോ, കൊതി എന്ന് പറയില്ലേ, ആ കൊതിയാണ് എനിക്കിപ്പോൾ ഉള്ളത്. നിങ്ങൾ കണ്ടത് ഇതെൻ്റെ ചേച്ചിയൊക്കെ കൂടിയിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം തുറന്നതാ ഷുഗർ ഫിൽസിലെ ചേട്ടൻ. ഇത് മൊത്തം ഇങ്ങനെ പോകുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ ചെയ്യുക, നിറയെ മിഠായിൻ്റെ നല്ല വെറൈറ്റി ടേസ്റ്റാണ്. മൊത്തം ഫുള്ള് വെറൈറ്റിയാണ് എല്ലാ മിഠായികളും. എന്തൊക്കെയോ ഇതിൻ്റെ ഉള്ളിൽ വീണ് കിടക്കുന്നുണ്ട്. നോക്കട്ടെ, ഈ മിഠായിയൊക്കെ ഇതിലത്തെ ഇവിടത്തേക്കാണ്. അപ്പം ഈ പൂവൊക്കെ ഞാൻ ഒറിജിനലാന്ന് വെച്ചാൽ, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് പോകണം ഗൈസ്, ഡ്യൂപ്ലിക്കേറ്റാണ്. ഇതാ ഷുഗർ ഫിൽസിൻ്റെ ഓരോ മിഠായി കാണിക്കാം. പ്രിങ്കിൾസ്, അയ്യോ ഇതാ പോണു ഒട്ടിച്ച ചെറുവര്. ഇതാണ് കുറച്ച് കാര്യം കിട്ടാത്ത പ്രിങ്കിൾസ് കഴിക്കാം നമുക്ക്. പൊട്ടിക്കാൻ കിട്ടില്ലല്ലോ. പ്രിങ്കിൾസ് ചെയ്ത ഫ്ലേവർ. പിസ്സയുടെ ഒക്കെ പോലത്തെ പിസ്സ ഫ്ലേവറാണല്ലേ. ഇതാ പിസ്സ ഫ്ലേവർ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഇതന്നെ കഴിക്കാൻ ഈ സാധനത്തിന് തന്നെ നോട്ടെ. ശരിക്കും പിസ്സ കഴിക്കാ ആണോ? വന്നോ ക്യാമറമാനും വിശക്കുണ്ടെന്നു അല്ലേ? നല്ല ടേസ്റ്റ് ഇല്ലേ? വായിലിട്ടിട്ടില്ല, ടപ്പിലേക്ക് അഭിനയിക്കണു. എൻ്റെ കൂടെ നടന്ന് ഫുൾ അഭിനയ പോവാ. ഗാലക്സി മിഠായി, ഫുള്ള് മിഠായി. എൻ്റെ ഷുഗർ ഡയറ്റ് ഒക്കെ പോയില്ല എൻ്റെ കർത്താവേന്ന്. എന്നിട്ട് എന്താരത് ഷുഗർ ഫിൽസ് ഇതുപോലത്തെ ഒരു പൊങ്കൂട്ടി ഇതായിരിക്കണോ അവിടെ. ആ സെയിം എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ മുമ്പ്. അതിൻ്റെ പോലത്തെ വേറെ ബനിയട്ട് മാറ്റി. ബനിയനും കളറും മാറിയിട്ടുണ്ട് കേട്ടോ. സോറി കളറും ബനിയനും മാറിയിട്ടുണ്ട്. ഇതാ പിന്നെ മിഠായിയാ ജെയിംസ് മിഠായി, ചോക്ലേറ്റ് എന്തുമാണ്. നമ്മൾ ഇതിലാ ജെയിംസിൻ്റെ പോലത്തെ സംഭവമാണ് ഇതിൽ നടക്കണം. പിന്നെ ഇത് മൊത്തം മിഠായിയാ. ഇതാ ഫുള്ള് മിഠായി. ഇത് പൂക്കൾ. ഇതിൽ ഫെറോ റോഷറൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ കുത്തി വെച്ചേക്കുന്നതിനെ. അപ്പോൾ ഇത്രയൊക്കെയാണോ ഗിഫ്റ്റുകളുള്ളൂ. എനിക്ക് ഈ ഗിഫ്റ്റുകൾ കിട്ടിയെന്നല്ല, ഇവർ വന്നു, എല്ലാവരും അറ്റൻഡ് ചെയ്തു, പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്തു എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു കേട്ടോ. അവർ ഗിഫ്റ്റുകൾ തന്നപ്പോൾ എനിക്ക് അതിനും കൂടുതൽ സന്തോഷമായി. സത്യം പറയുകയാണെങ്കിൽ
ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല ഇത്രയും നന്നായി ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റുന്നു കാര്യങ്ങളൊന്നും ഞാൻ ഗൈസ് കുറച്ച് എന്നാലും ക്യാമറ ഓഫ് ആക്കണില്ലേ എന്തിനു കൃത്യം ഇരുന്ന് കരഞ്ഞാലും ക്യാമറ ഓഫ് ആക്കണ കാണാനില്ല. ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഞാൻ പറഞ്ഞു എൻ്റെ പാർട്ട്ണർ ആളാണ്. നന്ദി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കുറച്ച് മുങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ പാർട്ട്ണർ ഇതുപോലെ ഫുൾ സെറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഫുള്ളും ആളാണ്ട്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നന്നായി ആളിങ്ങനെ സെറ്റ് ചെയ്യുന്നതും കേക്കും സർപ്രൈസായിട്ട് മൂക്കുത്തി 12 മണിക്ക് കൊണ്ടുവന്നതിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചിട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. ഓക്കെ, എല്ലാവരോടും വന്ന സായിച്ചേട്ടനോടും നോറ ചേച്ചിയോടും എൻ്റെ ബന്ധുക്കളോടും അഭിചേട്ടനോടും എല്ലാവരും, ഹരിച്ചേട്ടനായാലും അതെ, അങ്കിളായാലും അതെ, ശ്രീരാം ചേട്ടൻ ഉണ്ടായിരുന്നു, അപ്പുണ്ണി ചേട്ടൻ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. കുടുംബക്കാരോടും എല്ലാവരോടും നന്ദി പറയണ്ടല്ലോ. എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. കൂടെ നിന്ന് എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ വിളമ്പലും എല്ലാം കാര്യങ്ങൾ തന്നെ അവർ തന്നെയായിരുന്നു ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ലവ് യു, ഞാൻ വേറെ ഒന്നും പറയാനില്ല കൂടുതൽ. ഞാൻ പറഞ്ഞു എൻ്റെ പാർട്ട്ണറോടാണ് എൻ്റെ എല്ലാം. അപ്പോൾ ഞാൻ എന്നാലും റിവീൽ ചെയ്യും. ഇപ്പോഴൊന്നുമില്ല, കുറച്ച് നാൾ കഴിഞ്ഞാൽ റിവീൽ ചെയ്തിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആളെ. ചിലർ ചോദിക്കുന്നുണ്ട് ആരാണെന്ന് ക്യാമറ പിടിക്കണത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആളല്ല കേട്ടോ. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് കുറച്ചാളായിട്ട്. അപ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. വരാത്തവർക്ക് അവരുടേതായ സാഹചര്യം കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് വരാണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞാൽ ആശ്വസിക്കാൻ എനിക്കിപ്പോൾ. അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയുക, ചില അതന്നെയായിരിക്കും. അപ്പോൾ വന്നവർക്കും പരിപാടി അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ബർത്ത്ഡേ വിഷ് ചെയ്തവർക്കും കുറേ പേരെന്നെ ഇൻസ്റ്റയിൽ ഇത്രയും സ്നേഹം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ പേരെന്നെ വിഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സങ്കടം. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു പെട്ടെന്ന്. നമ്മൾ ഇത്രയും ഇങ്ങനത്തെ വിഷസും കാര്യങ്ങളൊന്നും കുറേ കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ നന്ദു ചേച്ചി ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് കുറേ കുട്ടികൾ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അയച്ചു തരുമ്പോൾ, വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അയച്ചു തരുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് അറ്റാച്ച്മെൻ്റ് ആവും. അവരോട് സ്നേഹം കൂടിക്കൊണ്ടിരിക്കട്ടെ. ആരോടും കുറയണമെന്നില്ല. നിങ്ങൾ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ നിങ്ങളാരും വെറുക്കില്ല. പക്ഷെ എനിക്കറിയാം നിങ്ങളെല്ലാവരും മനുഷ്യന്മാരാണല്ലോ. അത് നമുക്ക് ആ സാഹചര്യത്തിൽ നിങ്ങൾ പറഞ്ഞു പോകണതാന്നുള്ളത്. അപ്പം ഞാൻ എല്ലാവരെയും കുറ്റം പറയുമ്പോൾ ഞാനും പറയും. അപ്പം ഞാനും ഇത് തന്നെയാണ് പറയുന്നത്. ഞാനിപ്പോൾ കമൻ്റ് ഇടുന്നില്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ പറയുണ്ടാവും നമ്മൾ. അപ്പോൾ അത്ര വ്യത്യാസങ്ങളല്ലേ ഉള്ളൂ ഞാനും നിങ്ങളും തമ്മിൽ. എല്ലാവരും ഇഷ്ടമാണ്. നമ്മൾ ആരെയും വെറുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ. പിന്നെ എനിക്ക് ഗിഫ്റ്റിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, വലിയമ്മയുടെ മോളും പൈസയും കാര്യങ്ങളൊക്കെ തന്നേ. അതും ഞാൻ ഇപ്പോഴത്തെ കാണിക്കാണ്ടിരിക്കുകയാണ്. അമ്മ തന്നു എനിക്ക് പൈസ ഡ്രസ്സ് എടുക്കാൻ. അപ്പോൾ വലിയമ്മയുടെ മക്കളും എല്ലാവരും പൈസയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഗിഫ്റ്റ് മേടിക്കാൻ സമയം നമ്മുടെ ദുഃഖവെള്ളിയായിരുന്നല്ലോ. അപ്പോൾ അത് കാരണം ഗിഫ്റ്റ് മേടിക്കാൻ കടകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൈസ തന്നിട്ട് എന്നോട് പറഞ്ഞു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കോളട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഞാൻ കുറേ കരഞ്ഞ് സിംപ്ലി ആക്കിയും തോന്നുന്നുണ്ട് കേട്ടോ. കരഞ്ഞതൊന്നുകൊണ്ടല്ല, സന്തോഷം കൊണ്ടാണ്. ആനന്ദ കണ്ണീരാന്ന് നിങ്ങൾ വിചാരിക്കണം. ദുഃഖം കൊണ്ട് കരഞ്ഞല്ല കേട്ടോ, അത് സന്തോഷം കൊണ്ട് കരഞ്ഞതാണ്. ഇത്രയും വലുതായിട്ട് ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത്രയും ഹാപ്പി ബർത്ത്ഡേയുടെ സാധനമൊക്കെ സെറ്റ് ചെയ്ത ആളായിരുന്നു കേട്ടോ. എല്ലാതും അടുത്തൊട്ട് മുടി വരെ അത് ആലോചിക്കുമ്പോഴാണ് ഞാൻ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, ഗിഫ്റ്റും അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയ വീഡിയോ ആണ്. വന്ന സായിച്ചേട്ടന് ഞാൻ താങ്ക് യു, നോറേജിയും താങ്ക് യു സോ മച്ച് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സായിച്ചേട്ടൻ ഇവിടുന്ന് വരണേ, മൂന്നാറിൽ നിന്ന് വരണമായിരുന്നു. നോറേജ് കോഴിക്കോട് നിന്നും. അത്രയും ദൂരത്തു നിന്ന് ഇവർ രണ്ടാളും, ബാക്കിയുള്ളവരൊക്കെ തൃശ്ശൂരായിരുന്നു കേട്ടോ. അവിടെ നിന്ന് രണ്ടാളും സ്നേഹിച്ച് പറഞ്ഞു കുറച്ചുകൂടി സ്ഥലം കണ്ടിട്ട് പോകാന്ന് പറഞ്ഞിട്ട് സായിച്ചേട്ടൻ ചീത്ത പറഞ്ഞിട്ട് ആ സമയത്ത് എത്തിയിട്ടോ. വേഗം വേണം നന്ദുൻ്റെ അടുക്കി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം എത്തി. അതുപോലെ നോറേജ് അതെ ജയചേട്ടനെയും കൊണ്ട് വന്നു, അറ്റൻഡ് ചെയ്തു. എല്ലാവർക്കും താങ്ക് യു, ലവ് യു ഓൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.